ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവനുടെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഈ സങ്കീർത്തനത്തിൽ 2 ആത്മീക സന്ദേശങ്ങളുണ്ട്. ഒന്ന്, യേശു നിന്നെ വിടുവിക്കും. 2, യേശു നിന്നെ ഉയർത്തും. വിടുവിക്കപ്പെടുവാൻ എന്ത് ചെയ്യണമെന്ന് അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കുക. ദൈവത്തോട് ഒരു മനുഷ്യൻ പറ്റിയിരിക്കുക. ശരീരം കൊണ്ട് പറ്റിയിരിക്കാൻ കഴിയത്തില്ലെങ്കിലും ഉള്ളം കൊണ്ട് നമുക്ക് പറ്റിയിരിക്കാൻ കഴിയും. ഒരു മനുഷ്യന്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ നിശ്ചയമായും അവൻ നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കൊണ്ടുപോകുന്ന, ദൈവത്തോട് പറ്റിയിരിക്കാൻ കഴിയാത്ത, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത, വചനം വായിക്കാൻ കഴിയാത്ത, പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ആത്മീയ കാര്യത്തിൽ താല്പര്യമില്ലാത്ത അവസ്ഥ ആമെ വെളിപ്പെടുത്തി ജീവിതം പരാജയത്തിലേക്കും നിരാശയിലേക്കും ഭിന്നതയിലേക്കും തകർച്ചയിലേക്കും വലിച്ചുകൊണ്ടുപോകുന്ന ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് ഇന്ന് പകൽ നീ മോചിതനായിട്ട് നീ യേശുവിനോട് പറ്റിയിരിക്കണം. പറ്റിയിരുന്നാൽ നിനക്കൊരു വിടുതലുണ്ട്. നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ, സ്നേഹിതർ നോക്കി നിൽക്കെ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന നിന്നെ നിശ്ചയമായും എൻ്റെ ദൈവം വിടുവിക്കും. 2ാമത്തെ സന്ദേശം ശ്രദ്ധിച്ച്, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയുക, പറ്റിയിരിക്കേണ്ട പോലെ പറ്റിയിരിക്കുക, അറിയേണ്ട പോലെ ദൈവത്തെ അറിയുക. അങ്ങനെ ചെയ്താൽ നിശ്ചയമായും നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആയി മാറും. ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ പറയാം, നീ വിടുവിക്കപ്പെടാനും നിന്നെ ഉയർത്താനും സമയമായിരിക്കും. ആരെല്ലാം നീ ഉയരത്തില്ല എന്ന് പറഞ്ഞാലും, നിന്നെ ഉയർത്തത്തില്ലെന്ന് ഏതൊക്കെ സംഘടിത ശക്തികൾ വെല്ലുവിളിച്ചാലും, നീ മനസ്സിൽ പറയണം, പറ്റിയിരിക്കുന്ന എനിക്ക് വിടുതലുണ്ട്. ദൈവത്തെ അറിയുന്ന എന്നെ നിശ്ചയമായും ദൈവം ഉയർത്തും. പരാജയത്തെ നോക്കിക്കൊണ്ട് വരാം, എന്നെ ഉയർത്താൻ സമയമായി, ഞാൻ ഉയർച്ച പ്രാപിക്കാൻ സമയമായി. ആവർത്തന പുസ്തകം, ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങണം. ആഴമേറിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. കർത്താവെ, ദൈവത്തോട് പറ്റിയിരുന്ന് വിടുവിക്കപ്പെടുവാൻ, ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞ് ഉയർത്തപ്പെടാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്, ഒരു വിടുതലുണ്ട്. നിന്നെ ദൈവം ഉയർത്തും. ഗോഡ് ബ്ലെസ് യു.